വെൽക്കം ബാക്ക്. ലിഥിയം ബാറ്ററികൾ സാധാരണ ഇൻവെർട്ടറുകൾക്ക് സൂട്ട് ആവുമോ അതോ അത് പർട്ടിക്കുലർ കമ്പനി ബാറ്ററികൾ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കാര്യത്തിൽ എല്ലാവർക്കും വളരെയധികം സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം. ഇതാണ് ഇൻറ്റു എന്ന കമ്പനിയുടെ ലിഥിയം ബാറ്ററി. ഇതൊരു 6 മാസമായി നമ്മൾ ഒരു ഒരു പർട്ടിക്കുലർ ഇൻവെർട്ടറുകൾക്കൊക്കെ നമ്മൾ കൊടുത്തു, ബാക്കപ്പ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു. ഇപ്പോഴും ഒരു പ്രോബ്ലംസും ഇല്ല. ഏത് ഇൻവെർട്ടറിനും കൊടുക്കാൻ പറ്റിയ ടൈപ്പിലുള്ള ഒരു ബാറ്ററിയാണ് ഈ ഇൻറ്റു എന്ന ലിഥിയം ബാറ്ററി. ഇത് നമ്മൾ സീരീസ് ആയിട്ട് കൊടുത്തു, പാരലായിട്ട് കൊടുത്തു, ഹയർ കപ്പാസിറ്റി സിസ്റ്റംസിൽ കൊടുത്തു നോക്കി. ഒന്നിനും പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. സൈൻ വേവ് ഇൻവെർട്ടറുകൾ, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഇൻവെർട്ടറുകളിൽ അത്യാവശ്യം ചാർജിങ് ആംബിയറുള്ള സൈൻ വേവ് ഇൻവെർട്ടറുകളിൽ എല്ലാ ഇൻവെർട്ടറുകളിലും നമുക്ക് ഈ ബാറ്ററി കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഫൈൻഡിങ്സ്. 6 മാസം കഴിഞ്ഞു. ഞാൻ എൻ്റെ ടെസ്റ്റും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ വിട്ടത്. അപ്പോൾ സാധാരണ ഇപ്പോൾ മാർക്കറ്റിലുള്ള നിങ്ങളുടെ കംപ്ലൈൻറ്റ് ബാറ്ററികൾ മാറ്റുമ്പോൾ നമുക്ക് ഈ ലിഥിയം ബാറ്ററികൾ ധൈര്യമായിട്ട് വെക്കാം. 5 ഇയർ ആണ് ഇതിൻ്റെ വാറണ്ടി പറയുന്നത്. ഒരു 10 ഇയേഴ്സ് വരെ ലൈഫ് വാറണ്ടി ഈ കമ്പനി പറയുന്നുണ്ട്. ഇത് നമുക്ക് 0 ലെവൽ വരെ ഡിസ്ചാർജ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഇതിൻ്റെ പുറകിൽ നമുക്കൊരു സ്വിച്ച് വെച്ചിട്ടുണ്ട്, പർട്ടിക്കുലർ സ്വിച്ച്. അപ്പോൾ ഈ സ്വിച്ച് നമുക്ക് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ബാറ്ററി ഫുള്ളായി ഡിസ്ചാർജ് ചെയ്ത് പോയാലും ഈ ബാറ്ററി ചാർജ് ആവും. കൂടാതെ ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ സാധാരണ ബാറ്ററി കൊടുക്കുന്ന ടെർമിനലുണ്ട്. കൂടാതെ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ടും ഉണ്ട്, അതിലൊരു സ്വിച്ചും ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ നമുക്ക് എവിടെയെങ്കിലും ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കാം. വളരെ പോർട്ടബിൾ ആണ്. മറ്റേ സാധാ ബാറ്ററികളെ പോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കൊരു ബാറ്ററി സാധാരണ കൈകൊണ്ട് പൊക്കാൻ പറ്റില്ല. ഇതല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററിയാണ് ഇത്. നമ്മൾ 2 ബാറ്ററി 24 കൊടുത്തു നോക്കി. മറ്റേ 12 സിസ്റ്റത്തിന് നമ്മൾ സീരീസ് ചെയ്തിട്ട് 12 വോൾട്ട് ആക്കിയിട്ട് 2 ബാറ്ററികളായിട്ട് കൊടുത്തിട്ടും നമ്മൾ ടെസ്റ്റ് അടിച്ചു. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇതിൽ ഓൾറെഡി നമ്മുടെ സർക്യൂട്ട് BMS എന്ന സർക്യൂട്ട് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് BMS എന്ന ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സർക്യൂട്ടുള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഞാൻ താഴെ കാണുന്ന നമ്പറുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലിഥിയം ബാറ്ററികൾ സാധാരണ ഇപ്പോൾ കംപ്ലൈൻ്റ് ഉള്ള ബാറ്ററികൾ മാറി നിങ്ങൾ ലിഥിയം ബാറ്ററികൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും. 5 ഇയർ ആണ് അതിൻ്റെ വാറണ്ടി. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.